അയോധ്യ രാമക്ഷേത്ര ഉദ്ഘാടന ക്ഷണത്തോടുള്ള സമീപനത്തിൽ കോൺഗ്രസിനെ വിമർശിച്ച് സമസ്ത ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ ആർജവമാണ് സോണിയാഗാന്ധിയിൽ നിന്ന് രാജ്യം പ്രതീക്ഷിക്കുന്നതെന്ന് സമസ്ത മുഖപത്രമായ സുപ്രഭാതം മുഖപ്രസംഗം എഴുതി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ചടങ്ങിൽ പങ്കെടുക്കാമെന്നാണ് കോൺഗ്രസ് നിലപാട്. മൃദുഹിന്ദുത്വ നിലപാടാണ് കോൺഗ്രസിനെ ഇന്നത്തെ നിലയിലെത്തിച്ചതെന്ന് നേതൃത്വത്തിന് ഓർമ്മയില്ലെങ്കിലും ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ടെന്നും സുപ്രഭാതം വിമർശിക്കുന്നു. ഇതേക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന് KC വേണുഗോപാലും VD സതീശനും ഒഴിഞ്ഞുമാറി. MS അനീഷ് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട്. സുപ്രഭാതം ദിനപത്രത്തിലെ എഡിറ്റോറിയൽ കോൺഗ്രസിനെ രൂക്ഷമായ ഭാഷയിലാണ് എഡിറ്റോറിയൽ വിമർശിക്കുന്നത്. കോൺഗ്രസിന്റെ മൃദു ഹിന്ദുത്വ നിലപാടാണ് കഴിഞ്ഞ 36 വർഷം ഇന്ത്യ ഭരിച്ച പാർട്ടിയെ ഇന്നത്തെ അവസ്ഥയിൽ എത്തിച്ചതെന്ന് എഡിറ്റോറിയൽ കുറ്റപ്പെടുത്തുന്നു. ബാബറി മസ്ജിദ് പൊളിച്ചെടുത്ത് 11 വെള്ളി ഇഷ്ടിക അയച്ചു കൊടുത്ത മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ കമൽനാഥിനെ രൂക്ഷമായി വിമർശിക്കുന്നു. മൃദു ഹിന്ദുത്വ നിലപാടിലൂന്നി അല്ലെങ്കിൽ അതിനേക്കാൾ കടുത്ത് തീവ്ര ഹിന്ദുത്വ നിലപാടിലൂന്നിയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മധ്യപ്രദേശിൽ കോൺഗ്രസ് മത്സരിച്ചതെന്നും കുറ്റപ്പെടുത്തുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലുണ്ടായ തിരിച്ചടിക്ക് പിന്നിലെ പ്രധാന കാരണം ഈ കോൺഗ്രസിന്റെ ഈ മൃദു ഹിന്ദുത്വ നിലപാടുകളാണെന്നും പറയുന്നു. സംഘപരിവാർ സംഘടനകളെ തീവ്ര ഹിന്ദുത്വ നിലപാടിലൂന്നി തിരിച്ചടിക്കാനുള്ള നിലപാട് ആരുടേതാണ്, അല്ലെങ്കിൽ ആരാണ് ഈ മണ്ടത്തരം കോൺഗ്രസിന് ഓതിക്കൊടുത്തത് എന്നും ചോദിക്കുന്നു. ഈ നിലവിലെ നിലപാടുകൾക്ക് മാറ്റം വരുത്തിയില്ലെങ്കിൽ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയമാവും കോൺഗ്രസിന് നേരിടേണ്ടി വരിക എന്നും പറയുന്നു. നിലവിലുള്ള കടുംപിടുത്തങ്ങൾക്കപ്പുറം ഇന്ത്യ സഖ്യത്തിലെ മതേതര നിലപാടുള്ള കക്ഷികളെ ചേർത്ത് പിടിച്ച് വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായി കോൺഗ്രസ് മുന്നോട്ടു പോവുകയാണ് വേണ്ടത്. അയോധ്യ ക്ഷേത്രത്തിലെ ചടങ്ങിലേക്ക് ക്ഷണം ലഭിച്ചപ്പോൾ തന്നെ അത് നിരസിച്ച CPM നേതാവ് സീതാറാം യെച്ചൂരിയെ പോലുള്ളവർ ഉണ്ട്. അതുകൊണ്ട് ക്ഷേത്രത്തിന്റെ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്ന് തല ഉയർത്തി പറയാനുള്ള ആർജവം സീതാറാം യെച്ചൂരിക്കുണ്ടായി. ഈ ആർജവവും സ്ഥൈര്യവുമാണ് സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ കാണിക്കേണ്ടതെന്നും കുറ്റപ്പെടുത്തുന്നു. എന്തായാലും ഈ വിഷയത്തിൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും വളരെ കരുതലോടെയുള്ള സമീപനമാണ് അല്ലെങ്കിൽ പ്രതികരണമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ വിഷയത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുകയാണ് ഹൈക്കമാൻഡിന്റെ പ്രതിനിധിയായ KC വേണുഗോപാലും പ്രതിപക്ഷ നേതാവായ VD സതീശനും ചെയ്തിരിക്കുന്നത്. VD സതീശൻ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയാൻ തയ്യാറായില്ല. രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് കോൺഗ്രസിനെതിരെ ഉന്നയിച്ചിട്ടുള്ളത്. എന്താണ് ഈ വിഷയത്തിൽ പ്രതികരിക്കാനില്ലെന്നാണ് ഈ വിഷയത്തില് CPM നേതാക്കൾ ഇതിനകം തന്നെ സമൂഹ മാധ്യമങ്ങളിലും മറ്റും സുപ്രഭാതം എഡിറ്റോറിയൽ പോസ്റ്റ് ചെയ്ത് തന്നെ ആ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. നേരത്തെ പൌരത്വ ബില്ല്, പാലസ്തീൻ വിഷയം എന്നിങ്ങനെ മുസ്ലിം വിഭാഗത്തിനെ അഭിസംബോധന ചെയ്യുന്ന എല്ലാ വിഷയങ്ങളിലും CPM കൃത്യമായ ഇടപെടലുകൾ നടത്തിയിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കെ ഈ വിഷയത്തിലെ വ്യക്തതയില്ലായ്മയിൽ ഊന്നി കൂടുതൽ നേട്ടമുണ്ടാക്കാമെന്ന പ്രതീക്ഷയാണ് CPM-നും ഉള്ളത്.